സമയം പുറത്തുവരുന്നു. റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ടു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങൾ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് പുറത്തുവരുന്നു. റിയാസ് മൗലവി വധക്കേസിൽ പള്ളിയിൽ അതിക്രമിച്ചു കയറി റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ 3 പ്രതികളെയും കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എങ്ങനെയെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, റിയാസ് മൗലവി തലയിൽ തേങ്ങ വീണ് മരണപ്പെട്ടു പോയതല്ല, അല്ലെങ്കിൽ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും വാഹനം വന്നിടിച്ച് വാഹനാപകടത്തിൽ മരണപ്പെട്ടു പോയതല്ല. റിയാസ് മൗലവി പരിശുദ്ധമായ ആ പള്ളിയിലെ ഇമാമായിരുന്നു, മുഅദ്ദിനായിരുന്നു, അവിടെ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ആ മനുഷ്യൻ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കടന്ന മനുഷ്യനെ രാത്രിക്ക് രാത്രി പള്ളിയിൽ അതിക്രമിച്ച് കയറിയിട്ട് വെട്ടിക്കൊന്നതാണ് സംഘപരിവാരം. ആ സംഭവം നടന്നത് 2026 മെയ് 18 ആ കൊലപാതകം നടന്നത്. ആ 2026 മെയ് 18 നടന്ന കൊലപാതകം VD സതീശൻ ഗവൺമെന്റ് അന്വേഷിച്ച് പ്രതികളെ രക്ഷപ്പെടുത്തിയതല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് നടന്നതാ. ആ കേസിൽ പള്ളിയിൽ കയറി പള്ളി ഇമാമിനെ വെട്ടി നുറുക്കിയ കേസിലെ പ്രതികൾ രക്ഷപ്പെട്ടത് പിണറായി വിജയന്റെ അമ്മാച്ചൻ്റെ മക്കളായതുകൊണ്ടാണോ സംഘ് പരിവാറുകാരെ രക്ഷപ്പെടുത്തി കൊടുത്തത്? ഇനി നിങ്ങൾ മറ്റൊരു ചിത്രം എൻ്റെ പുറകിൽ കാണുന്നുണ്ടാകും. എന്താണ് ആ ചിത്രം? ഏതാണ് ആ ചിത്രം? നിങ്ങൾ ആലോചിക്കണം. പേരാമ്പ്രയിലെ പള്ളിയിലേക്ക് 2019 നടന്നതാ. പേരാമ്പ്ര പള്ളിയിലേക്ക് കല്ലെറിഞ്ഞ് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതിന് CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി അതുൽ ദാസ് എന്ന് പറയുന്ന സഖാവിനെ അറസ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം ജാമ്യത്തിലിറങ്ങിയപ്പോൾ ഈ പറയുന്ന സഖാക്കൾ സ്വീകരണം നൽകിയതാ. ആ സ്വീകരണം നൽകാൻ നേതൃത്വം നൽകിയത് DYFIയുടെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന DYFIയുടെ നേതാവ്, ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും 1,00,000 വോട്ടിന് പരാജയപ്പെടുന്ന V വസീഫിൻ്റെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന പള്ളിക്ക് കല്ലെറിഞ്ഞ സഖാവിന് സ്വീകരണം നൽകുന്നത്. എന്തിനാ? പള്ളിക്ക് കല്ലെറിഞ്ഞ കേസിൽ അറസ്റ്റിലായതിനു ശേഷം ജാമ്യത്തിലിറങ്ങി തിരിച്ചു വരുമ്പോൾ ആലോചിക്കണം. ഞാനിതൊക്കെ പറയുന്നത് ഈ സഖാക്കൾക്ക് ഇപ്പോൾ വല്ലാത്ത ഒരു താല്പര്യം, ഒരു പ്രത്യേക തരം ഈമാന് വർദ്ധിച്ചിരിക്കുക. പള്ളിയോട് ഭയങ്കര സ്നേഹ. ആലോചിക്കണം. ഈ പള്ളിയോട് സ്നേഹം പറയുന്ന ആളുകൾ ഇന്നും അടച്ചുപൂട്ടിയ പള്ളികൾ കണ്ണൂരിലുണ്ട്, കണ്ണൂർ ജില്ലയിലുണ്ട്, തളിപ്പറമ്പിലുണ്ട്, പാനൂരിലുണ്ട്. ഇന്നും അടഞ്ഞു കിടക്കുന്നത്. അതേ കണ്ണൂരിലെ തളിപ്പറമ്പില് സഖാക്കൾ മുടക്കിയ ബാങ്ക് വിളികളുണ്ട്. മൈക്കിൽ ബാങ്ക് വിളിക്കാൻ പറ്റില്ല. സംഘ് പരിവാറുകാർ മുടക്കിയതല്ല, സഖാക്കൾ മുടക്കിയ അത്തരം പള്ളികൾ ഇന്നും കണ്ണൂർ ജില്ലയിലുണ്ട്, തളിപ്പറമ്പിലുണ്ട്, പാനൂരിലുണ്ട്. മനസ്സിലാക്കണം. ഇതെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട അറിവല്ല, കണ്ടറിഞ്ഞ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സഖാക്കൾക്ക് ഇന്ന് പള്ളിയോട് വലിയ താല്പര്യം കൂടിയിരിക്കുക. മരുമോൻ്റെ വർത്താനം കേട്ടാൽ മരുമോൻ 24 മണിക്കൂറും പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുകയാണെന്ന് കരുതും. മനസ്സിലാക്കണം. VD സതീശൻ ഗവൺമെൻറ് ആലോചിക്കണം ഇതിനൊക്കെ ഇടവരുത്തി കൊടുത്തത്. എന്നിട്ട് ഇതിനൊക്കെ മുന്നിൽ നിന്ന് പോലീസ് പൂട്ടിട്ട് കയറി എന്ന് പറയുന്നത് ആരാ? മാപ്പിള സഖാക്കള്. പള്ളിയിൽ മുഅദ്ദിൻ ബാങ്ക് കൊടുത്തു, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇക്കാമത്തും കൊടുത്തു. പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ജമാഅത്തായിട്ടുള്ള നിസ്കാരം തടയാൻ വേണ്ടിയിട്ട് പോലീസുകാർ ബൂട്ടിട്ട് വന്നിട്ട് കയറിയിട്ട് ആ നിസ്കാരം തടഞ്ഞതാണോ? അങ്ങനെയാണോ? പള്ളിയുടെ ഭാഗത്ത് ഏതെങ്കിലും പോലീസുകാരൻ തിരിഞ്ഞു നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടോ അതിൻ്റെ? കേരളത്തിൽ എത്ര പള്ളികളുണ്ട്? ഏത് പള്ളിയിലാണ് പോലീസുകാരൻ കയറിയിട്ടുള്ളത്? എന്താ ഇത് കയറേണ്ടി വന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ പോലീസുകാരെ കുറ്റം പറയുന്നുണ്ടല്ലോ. പോലീസുകാരെ ബൂട്ടിട്ട് കയറി. പോലീസുകാരങ്ങനെ ബൂട്ടിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ആരാ? ഈ ഉമ്മത്ത് തന്നെയാ. മാത്രമല്ല, എന്നിട്ട് അതിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ കുറേ ആൾക്കാർ. എനിക്കതിൽ പരമ പുച്ഛം തോന്നിയത് ചില തലയെക്കെട്ടുകാരോടാ. ചില തലയെക്കെട്ടുകാർ, എല്ലാവരും ഒന്നല്ല കേട്ടോ.
തലേക്കെട്ട് കെട്ടിയിട്ട് താടി വെച്ച് തലേക്കെട്ടിട്ട് വെള്ള വസ്ത്രം ധരിച്ച് നടക്കുന്ന ചില മുനാഫിക്കുകൾ, അത്തരക്കാരോടാ. അവരാ പള്ളിയിൽ നടന്ന കോലാഹലങ്ങളൊന്നും കണ്ടില്ലേ? ആ പള്ളിയിൽ നടക്കേണ്ടതായിരുന്നു അത്. ഒരു ഉമ്മത്ത് അത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ ഉമ്മത്തിനെ നേരെയാക്കുന്നതിന് പകരം ഈ പറയുന്ന നിയമപാലകരെ തലേ കയറാൻ ചില തലേക്കെട്ട് കിട്ടിയ ആൾക്കാർ ആലോചിക്കണം. പിന്നെ ചില മാപ്പിള സഖാക്കൾ കഴിഞ്ഞ 10 വർഷം ഈ കാഴ്ച കണ്ടിട്ടില്ല. അതിലൊരുത്തൻ ഈ പറയുന്ന മരുമോനാ. ഏത് മരുമോൻ? പരസ്യമായിട്ട് ദീനിനെ വെല്ലുവിളിച്ച് നടക്കുന്ന ഒരു മരുമോൻ 10 വർഷമായിട്ട് ഈ കാര്യം കണ്ടിട്ടില്ല. കാരണം എന്താ? അവൻ്റെ അമ്മായപ്പനെ ഇരുന്ന് 10 വർഷം മുഖ്യമന്ത്രി, അമ്മായപ്പനെ വെള്ള പൂശാൻ. എന്നാൽ പിന്നെ ഈ അമ്മായപ്പനെ വെള്ള പൂശുന്ന കൂട്ടത്തിൽ ആരാണ് ഈ റിയാസ് മൗലവി എന്ന് പറയുന്ന സാധു മനുഷ്യൻ്റെ ജീവന് മറുപടി പറയാൻ ആരാളുള്ളത്? ഈ അമ്മായപ്പൻ ഭരിക്കുന്ന കാലത്തല്ലേ നടന്നത്? ഒരു പള്ളിയിൽ വെച്ചാണ് ആ മനുഷ്യനെ വെട്ടി വീഴ്ത്തിയത്. എന്തായിരുന്നു കാരണം? ഈ റിയാസ് മൗലവി ആരെങ്കിലും ആക്രമിച്ചോ? ഇവരുടെ വീടുകളിൽ കയറി റിയാസ് മൗലവി മോഷണം നടത്തിയോ? അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലുള്ള ആരോടെങ്കിലും റിയാസ് മൗലവി മോശമായി പെരുമാറിയോ? ഒന്നും അറിയാത്ത, ഒന്നിലും പങ്കാളിയല്ലാത്ത, ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത ഒരു പള്ളിയിലെ ഇമാമിനെ വെട്ടി നുറുക്കിയിട്ട് അതിലെ കൊലപാതകങ്ങൾക്ക് ഈസിയായി രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തതാരാ? പിണറായി വിജയനല്ലേ? എന്നിട്ട് ദീനിനെ വെല്ലുവിളിച്ച് നടക്കുന്ന മരുമോൻ്റെ വക അമ്മായപ്പന് പിന്തുണ. ആലോചിച്ച് നോക്കണം. ആ അമ്മായപ്പന് പിന്തുണയുമായിട്ട് കുറേ തലേക്കെട്ട് കെട്ടിയ വർഗം. ഈ തലേക്കെട്ട് കെട്ടിയ വർഗത്തോട് ആ പള്ളിയിൽ ഈ ഉമ്മത്തിലെ ആളുകൾ 2 കൂട്ടരായി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമുണ്ടാക്കിയും കയ്യാങ്കളി നടത്തിയും തർക്കിച്ചും നടത്തിയ ആ പ്രവൃത്തി ഉണ്ടല്ലോ, ആ പ്രവൃത്തി അതിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ മാനദണ്ഡം എന്താണ്? തലേക്കെട്ട് കെട്ടിയവൻ അറിയണമല്ലോ. തലേക്കെട്ട് കെട്ടിയവൻ ആദ്യം പറയേണ്ടത് അവിടെ നടന്നിരിക്കുന്ന ആ സംഘർഷത്തിനെ കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ മാനം എന്താണെന്നല്ലേ ആദ്യം പറയേണ്ടത്. അത് കഴിഞ്ഞല്ലേ ഈ പറയുന്ന പോലീസുകാരൻ്റെ ബൂട്ട് വരുന്നേ ഉള്ളൂ. എന്തേ തലേക്കെട്ട് കെട്ടിയവൻ ബൂട്ടിനെ കുറിച്ച് പറയുന്നവൻ എന്തേ അവിടെ വിശ്വാസികൾ തമ്മിൽ തല്ലിയതിനെ കുറിച്ച് പറയാത്തത്? അല്ലേ? ഈ ഉമ്മത്തിൻ്റെ ഉള്ള ആളുകളാണല്ലോ, അവരാണല്ലോ പള്ളിയിൽ കയറിയത്. അല്ലാതെ ഇതര സമൂഹത്തിൽപ്പെട്ട ഒരാളും പള്ളിയിൽ കയറി അടിയുണ്ടാക്കിയിട്ടില്ലല്ലോ. പള്ളിയിൽ കയറി അടിയുണ്ടാക്കിയതും ബഹളമുണ്ടാക്കിയതും തർക്കങ്ങൾ ഉണ്ടാക്കിയതും ആരാ? ഈ സമൂഹത്തിൽ പെടുന്ന ആളുകളല്ലേ. അവരതിനെക്കുറിച്ച് ഈ തലേക്കെട്ട് കെട്ടിയവർക്ക് എന്താ പറയാനുള്ളത്? അവരത് പറയില്ല. കാരണം ഈ തലേക്കെട്ട് കെട്ടിയ വർഗമാണ് പള്ളികളിൽ ഭിന്നിപ്പുണ്ടാക്കിയത്. ഈ തലേക്കെട്ട് കെട്ടിയ വർഗ തലേക്കെട്ട് കെട്ടിയ വർഗം എന്ന് പറയുമ്പോൾ എല്ലാവരും അതിൽ പെടൂല കേട്ടോ. നമ്മൾ വലിയ ബഹുമാനത്തോടു കൂടി നോക്കിക്കാണുന്നതാ. അതിൽ ചില പുഴുക്കുത്തുകളാണ് ഈ ഉമ്മത്തിൻ്റെ മനസ്സിൽ, ഈ ഉമ്മത്തിനിടയിൽ ഛിദ്രതയുണ്ടാക്കിയത് ഈ തലേക്കെട്ട് കെട്ടിയവരിൽ ചിലരാണ്. ആ വർഗത്തെ ഒന്നടങ്കം നമ്മളങ്ങനെ ആക്ഷേപിക്കാനൊന്നും പറ്റില്ല. അവരെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും വലിയ വില കൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാ. ജീവിതത്തിൽ നമ്മുടെ നേതൃത്വമായി അംഗീകരിച്ചിട്ടുള്ള ആളുകളാണ്. തലേക്കെട്ട് കെട്ടിയ ആളുകളെയാണ് നേതൃത്വമായി അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ എല്ലാവരെയും അധിക്ഷേപിക്കുക അല്ലെങ്കിൽ അവരെ എല്ലാവരെയും വിമർശിക്കുക എന്നല്ല ചെയ്യുന്നത്. അതിൽ ചില ആളുകൾ, ആ ചില ആളുകളാണ് ഇന്ന് ബൂട്ടിൻ്റെ കാര്യം പറഞ്ഞു വരുന്നത്. ആ ചില ആളുകൾ ഈ കുഴപ്പമുണ്ടാക്കിയ ചില ആളുകളില്ലേ, ആ കുഴപ്പമുണ്ടാക്കിയ ആളുകൾ തന്നെയാണ് ഉമ്മത്തിനെ വിഘടിപ്പിച്ചത് തന്നെയാണ് ഇന്ന് ഈ പറയുന്ന ബൂട്ടുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. മനസ്സിലാക്കണം. ഈ തലയെക്കെട്ട് കെട്ടി ഇന്ന് ബൂട്ടിൻ്റെ കാര്യം പറഞ്ഞു വരുന്ന ആളുകൾ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പിണറായി വിജയൻ്റെ കാലത്ത് പള്ളികളിൽ ബൂട്ടിട്ട് കയറിയിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. എന്നാൽ പള്ളികളിൽ സംഘപരിവാരം കയറിയിട്ട് ഒരു ഇമാമിനെ വെട്ടി നുറുക്കിയിട്ടുണ്ട്. ബൂട്ടിട്ട് കയറിയിട്ടില്ല, അതിനേക്കാൾ വലിയ പാതകം ചെയ്തിട്ടുണ്ട്. പള്ളിക്കകത്ത് കയറിയിട്ട് പള്ളിയുടെ ഇമാമിനെ വെട്ടി നുറുക്കിയിട്ടുണ്ട്. ആ വെട്ടി നുറുക്കിയ കാബാലികർ വളരെ ഈസിയായി കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുമുണ്ട്. ആരാ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തത്? ഇപ്പം നിങ്ങൾ ഈ പുറകിൽ കാണുന്ന ചിത്രം നോക്കൂ. പള്ളിയിലേക്ക് കല്ലെറിഞ്ഞവന് മാലയിട്ട് സ്വീകരിക്കുക, മുദ്രാവാക്യം വിളിക്കുക. ഇനി അതിൻ്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. രാജീവ് ഗാന്ധിയുടെ കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിലേറെ ഈ ഇസ്ലാമിനെയും മുസ്ലിമിനെയും പള്ളിയെയും മാത്രമല്ല, നമ്മുടെയൊക്കെ പുണ്യ ഹബീബിനെ അധിക്ഷേപിച്ചവനെ വരെ മാലയിട്ട് സ്വീകരിക്കാൻ സഖാക്കൾ ഉണ്ടായിരുന്നു മുന്നിൽ.
അവന് വേണ്ടി ഈ രാജ്യത്ത് ബന്ദ് നടത്താൻ സഖാക്കൾ ഉണ്ടായിരുന്നു. അവന് വേണ്ടി രാജ്യത്ത് വാദിക്കാൻ കലാവിഷ്കാരമാണെന്നാ പറഞ്ഞ. ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം അത് എൻ്റെ പുണ്യ ഹബീബിനെ, എൻ്റെ പുണ്യ റസൂലിനെ, മുത്ത ഹബീബിനെ അപമാനിക്കാൻ വേണ്ടി പടച്ചുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അതിന് കലാ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് രാജ്യത്ത് ബന്ദ് നടത്തിയ ആളുകളാ. ഈ രാജ്യത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ആ പുസ്തകം, ആ ഒരു പുസ്തകം എന്നൊന്നും വിളിക്കാൻ പറ്റൂല, ആ ഒരു തീട്ടം നിരോധിച്ചപ്പോൾ ഈ രാജ്യത്ത് അത് വേണ്ട, അതിന് നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ ഈ രാജ്യത്തെ സഖാക്കൾ ഈ രാജ്യത്ത് ബന്ദ് നടത്തിയവരാ, തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചവരാ കലാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ഒരു ഐറ്റം ഡാൻസ് നടത്തിയിട്ട് അതും കലാ സ്വാതന്ത്ര്യമാണെന്നാണ് പറയുന്നത്. ഇപ്പം കലാ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? തുണി അഴിച്ചിടുക എന്നുള്ളതാണ്. ഇതാണ് കലാ സ്വാതന്ത്ര്യം. തുണി അഴിച്ചിട്ടാൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമായി, തുണി ഉടുക്കാതിരുന്നാൽ കലാ സ്വാതന്ത്ര്യമായി, ഉടുത്തിരുന്ന തുണി പറിച്ചെറിഞ്ഞ് ഈ കോപ്രായങ്ങൾ കാണിച്ചാൽ അത് കലയായി. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കല. അതിന് സ്വാതന്ത്ര്യം വേണമെന്ന്, പുണ്യ റസൂലിനെ അധിക്ഷേപിച്ചവന് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് ഈ രാജ്യത്തിൻ്റെ തെരുവുകളിൽ പ്രതിഷേധം നടത്തിയവരാ ഇന്ന് ഈമാനിൻ്റെ നടുക്കണ്ടമായിട്ട്, മുസഫിൻ്റെ നടുക്കണ്ടമായിട്ട് അവരോധിക്കപ്പെടുന്നത്. റിയാസ് മൗലവിയുടെ ഘാതകർക്ക് വളരെ കൃത്യമായി രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാക്കി കൊടുത്തവരാണ് ഇന്ന് ഈമാനിൻ്റെ നിറകുടങ്ങളായി മാറുന്നത്. ദീനിനെ പരസ്യമായി വെല്ലുവിളിച്ച് നടക്കുന്നവൻ, ജീവിക്കുന്നവൻ, അവൻ ദീനിൻ്റെ വക്താവായി മാറുക. എന്തൊരു വിരോധാഭാസമാണോ? ഇനി ഇവരൊക്കെ കുറ്റം പറയുന്നതിന് മുമ്പ്, ഇവരെയൊക്കെ വിമർശിക്കുന്നതിന് മുമ്പ് നമ്മൾ കാണേണ്ടത്, നിങ്ങളൊന്ന് ആലോചിക്കണം, ആ പള്ളിയിൽ, വടകരയിലെ ആ പള്ളിയിലേക്ക് വിശ്വാസികളായിട്ട് ഒളു എടുത്ത് കയറിയോ ഇല്ലയോ എന്നറിയില്ല, എന്താണെങ്കിലും വിശ്വാസികൾ എന്ന് പറയപ്പെടുന്നവർ, സോ കോൾഡ് ആളുകൾ തന്നെയാണ് ആ പള്ളിയിൽ ബഹളമുണ്ടാക്കിയത്. പോലീസ് വെറുതെ വന്നല്ലോ, പോലീസിനെ വിളിച്ചു വരുത്തിയതാ. എന്തായിരുന്നു വിളിച്ചു വരുത്താനുണ്ടായ സാഹചര്യം? ആരാ പള്ളിക്കകത്ത് ഇത്തരത്തിൽ ബഹളമുണ്ടാക്കാനും കയ്യാങ്കളി നടത്താനും തർക്കിക്കാനും ഒക്കെ അധികാരം നൽകിയതും അനുവാദം നൽകിയതും ആരാ? പള്ളി എന്ന് പറയുന്ന ഒരു അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഭവനത്തിൻ്റെ ഹുർമത്ത് നഷ്ടപ്പെടുത്തിയതാരാ? അല്ലേ? പോലീസുകാരൻ എത്തുന്നതിന് മുമ്പേ പള്ളിയുടെ ഹുർമത്ത് നശിപ്പിച്ചില്ലേ? അതിനോടുള്ള അനാദരവ് കാട്ടിയില്ലേ? അള്ളാഹിൻ്റെ ബൈത്തിനോടുള്ള അനാദരവ് ഓൾറെഡി പോലീസുകാരൻ വരുന്നതിന് മുമ്പ് അവിടെ നടന്നില്ലേ? യഥാർത്ഥത്തിൽ ഇപ്പം അതിൻ്റെ വിഷ്വലുകൾ, CCTV വിഷ്വലുകൾ പുറത്തേക്ക് വരുന്നുണ്ട് അവിടെ നടന്നതിൻ്റെ. പോലീസുകാരാണോ അതോ വിശ്വാസികളാണോ ഇതിൽ കുറ്റക്കാരെന്നുള്ളത് ആ വിഷ്വലുകൾ നമ്മളോട് പറയുന്നുണ്ട്. വളരെ കൃത്യമായി ആലോചിക്കണം. അപ്പോൾ അതിനിടയിൽ ചില ആളുകൾ തോറ്റു തുന്നം പാറി ജനം അടിച്ച് മൂലക്കിരുത്തിയ കുറച്ച് ആളുകളുണ്ടല്ലോ, ഒരു പണിയും ഇല്ലാതെ ചായപ്പീടിയിൽ ഇരിക്കുകയപ്പോൾ അത്തരം ആളുകൾ ഇപ്പോൾ വലിയ സംരക്ഷകരായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. കാരണം എന്താ? ഇവനൊന്നും ആ പള്ളി കമ്മിറ്റിയിലോ കേരളത്തിലെ പള്ളി കമ്മിറ്റികളിലോ മറ്റുള്ളിടത്തൊന്നും ഇവനക്കൊന്നും ഒരു സ്ഥാനവുമില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആളുകൾ ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ വലിയ സംരക്ഷകരാ. എന്നാൽ ഈ സംരക്ഷകരുടെ യഥാർത്ഥ കോലാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ആലോചിക്കണം, ഈമാനിൻ്റെ നടുക്കണ്ടങ്ങളാകുകയാ. എന്തൊരു മാത്രം വിരോധാഭാസമാണെന്ന് നോക്കണം നിങ്ങൾ.